വേണ്ടി മാത്രം ഇവന്റുകളുണ്ട്. നെറ്റ്വർക്കിംഗ് ഇവന്റുകൾ ഇഷ്ടം പോലെ പുറത്ത് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് അതിനുവേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്തത് ഐഡിയ ഫാക്ടറിയാണ്. സോ പ്ലീസ് ഇവൻ എനിക്ക് തോന്നുന്നു കൊച്ചിയിലും അല്ലെങ്കിൽ മറ്റുള്ള സിറ്റികളിൽ പോലും കാണാത്ത ഒരു സ്റ്റൈൽ ഓഫ് അപ്രോച്ച് മലയാളികളുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. സോ വി നീഡ് നെറ്റ്വർക്ക്. ആ ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇറ്റ്സ് എ വെരി എക്സലൻസ് ഓഫ് സ്കിൽ. വി ഹാവ് ടു ഡെവലപ്പ് ദാറ്റ്. പല ആളുകൾ എനിക്കറിയാം, ഇവിടെ ഇരുന്നിട്ട് 10 പേരിൽ കൂടുതൽ പോലും ഇന്നത്തെ പ്രോഗ്രാമിൽ പരിചയപ്പെടാതെ ഇരിക്കുന്ന ആളുകൾ എനിക്ക് ഇന്നോട് അറിയാം. നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല, എനിക്കറിയാം. ബിക്കോസ് സംതിങ് ഹോൾഡ് യു ബാക്ക്. നിങ്ങൾ എന്തോ പുറകോട്ട് വലിക്കുന്നു അല്ലെ, എന്തോ പുറകോട്ട് നിങ്ങളെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇനി ഞാനത് പറഞ്ഞാൽ സംസാരിച്ചാൽ അല്ലെങ്കിൽ ഇപ്പൊ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഇനി അവനെന്ത് തോന്നിയാലോ എനിക്കറിയില്ല, വേറൊന്നും. പക്ഷെ ഈ ഹാബിറ്റ് നമ്മളെ പലപ്പോഴും ബിസിനസ്സിൽ ഒരുപാട് പുറകോട്ട് വലിക്കും. ഇനി പോയിന്റ്സിലേക്ക് ഞാൻ വരുന്നു. അപ്പോൾ കസ്റ്റമേഴ്സ് ഏത് ടൈപ്പ് ആണെങ്കിൽ അവരുടെ ഒരു ഡെമോഗ്രാഫി നമ്മളൊന്ന് പഠിച്ചു വയ്ക്കണം, നല്ലതാണ്. കണക്ട് വിത്ത് പീപ്പിൾ ഹു ക്യാൻ കണക്ട് യു വിത്ത് ഹൂം യു വാണ്ട്. അതായത് ചില ആളുകളിലേക്ക് ഒരു പക്ഷെ നിങ്ങൾക്ക് എത്തണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ, ഇപ്പൊ എന്താണ് ബിസിനസ് എന്താണ് എക്സ്പോർട്ട് ഇമ്പോർട്ട്. അപ്പൊ എക്സ്പോർട്ട് ഇമ്പോർട്ടിൽ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ കൊച്ചിയിലുണ്ട്. അപ്പൊ കൊച്ചിയിലുള്ള ആളുകളിലേക്ക് എത്താൻ ഒരു ബ്രിഡ്ജ് നിങ്ങൾക്ക് വേണം. സോ യു സ്റ്റാർട്ട് നെറ്റ്വർക്കിംഗ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരാളെ നിങ്ങൾ കണക്ട് ചെയ്തു, അയാളെ നിങ്ങൾ കണക്ട് ചെയ്തു, അടുത്ത ഇതൊരു സ്കില്ലാണെന്നാണ് ഞാൻ പറഞ്ഞത്. പല ആളുകളും പറയും എനിക്ക് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല, ഞാൻ കുറെ കാലമായിട്ട് പുറത്തേക്ക്. പരിചയം ഉണ്ടാക്കുന്നതാണ്. നെറ്റ്വർക്കിംഗ് ഇസ് എ സ്കിൽ. യു ഷുഡ് ഡെവലപ്പ്. അപ്പൊ നമ്മൾ ആരെയാണോ നമുക്ക് വേണ്ടെങ്കിൽ അതിനനുസരിച്ച രീതിയിൽ നമ്മൾ ആളുകൾ നമ്മൾ കണക്ട് ചെയ്യാൻ നമ്മൾ തുടങ്ങും. ഓക്കെ, ദെൻ റിസർച്ച് ഹു ആർ ട്രൈങ് ടു റീച്ച്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിവിടെ മോർണിംഗിൽ നമ്മൾ സംസാരിച്ച വിഷയം ബൈജൂസ് ആപ്പ് എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്കിംഗിന് ഏറ്റവും വലിയൊരു രസകരമായ ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു റിസൾട്ട് ആണ് ബൈജൂസ് ആപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെ ബൈജൂസ് ആപ്പിൽ എങ്ങനെ ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. നേരിട്ട് സുപ്രഭാതത്തിന് ഫോൺ വിളിച്ചാൽ റിസർച്ച്. നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സോഴ്സസ് നമ്മുടെ ചുറ്റുമുണ്ട്. സോ നമ്മൾ അതിനു വേണ്ടി നമ്മൾ റിസർച്ച് ചെയ്യുക, ആരൊക്കെയാണോ കണക്ട് ചെയ്യേണ്ടത്, എവിടേക്കാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം. സോ അതിന് വേണ്ട ആളുകൾ എങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിനുവേണ്ടി ബോധപൂർവ്വം നമ്മൾ ആ നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. ദെൻ ടേക്ക് കെയർ ഓഫ് യുവർ ഇമേജ്. ഇനി ഇതിൽ ഞാൻ കുറച്ച് ഫിസിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒരു നല്ല നെറ്റ്വർക്ക് നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇമേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഇനി അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അതുപോലെ പ്രസന്റബിൾ ആവേണ്ട കാര്യം. ബി ഷെയിംലെസ് ആൻഡ് ബി വിസിബിൾ. ബി ഷെയിംലെസ് അറിയാലോ, നാണക്കേട് ഒരിക്കലും വിചാരിക്കും. നാണക്കേട് ഒരിക്കലും വിചാരിക്കും. രണ്ടാമത്തെ പോയിന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പോയിന്റ് ബി വിസിബിൾ. എന്താണ് വിസിബിൾ? ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിൽ ട്രെയിനിങ്ങിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ബിസിനസ്സുകാരൊക്കെ ആ ഒരു ചെയറിൽ വന്നിരുന്ന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സിമന്റ് ഉറപ്പിച്ച ഒരു ആളെടുത്ത് സംസാരിക്കില്ല, ഒരാളോട് മിണ്ടില്ല, ചിരിച്ചാലും. ഞാൻ പറയുന്നത് ബിസിനസ്സുകാർക്ക് ഒരിക്കലും യോജിച്ച ഒരു ബോഡി ലാംഗ്വേജ് അല്ല. ബിസിനസ്സുകാർക്ക് വേണ്ടത് എപ്പോഴും പ്രസന്റബിൾ ആയിരിക്കണം, ഒരു സ്മൈൽ ഫേസ് ഉണ്ടായിരിക്കണം, നല്ല ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. ബി വിസിബിൾ. നിങ്ങൾ ആളുകളെ കാണട്ടെ, നിങ്ങൾ എന്താണെന്ന് ആളുകൾ മനസ്സിലാക്കുക. ആളുകൾ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയാൻ തയ്യാറാണ്. ബി വിസിബിൾ.